പ്രിയമുള്ളവരെ, നമ്മുടെ തോന്നൂർക്കര പഞ്ചായത്തിന് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ പഞ്ചായത്തിൽ റേഡിയോ മാങ്ങ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ഇന്നിവിടെ നടക്കാം. ഹലോ ബാല, നീ എന്താ ഇവിടെ? പറഞ്ഞോ. ഹലോ, നീ അങ്ങോട്ട് ഇറങ്ങി നിൽക്കവിടെ. ശരിയാ നോക്കണ്ടേ, ആളുകൾ സംസാരിക്കണ്ടേ? നോക്കാൻ അവിടെ സൗണ്ടിന്റെ ആൾക്കാരെ കേൾപ്പിച്ചു. ഇവിടെ റേഡിയോ മാങ്ങ ഇവിടെ റേഡിയോ മാങ്ങ റിയാലിറ്റി ഷോ നടക്കാൻ പോവാണെന്ന്. ഇത്ര നല്ലൊരു വേദിയിൽ ഇങ്ങനെ വെള്ളടിച്ച് പിറ്റായിട്ടാ വന്ന് നിൽക്കുക. എടാ ബാല, അത് മാന്യന്മാര് വന്ന് നിൽക്കണ ഒരു സ്റ്റേജ് അല്ലേ ഇത്? ഇവിടെ പരമാന്യൻ, ഇവിടെ മാന്യന്മാരുണ്ടോ? ഇപ്പം തന്നെ കണ്ട മാന്യനാ തോന്നില്ല എനിക്ക്. ആര്? ഞാനെന്താ മാന്യനല്ലേന്ന്? എന്താടാ മാന്യനെ? എന്താടാ എന്റെ മാന്യതയ്ക്ക് ഒരു കുറവ്? കുഴപ്പമില്ലാത്ത നിങ്ങൾ മാന്യൻ. അതെ, ഞാൻ മാന്യൻ തന്നെ. അതെന്ന് കഷ്ടത് നിങ്ങൾ മാന്യനെ. തിക്കും തിരക്കും നാട്ടുകാർക്കൊക്കെ അറിയില്ലേ നിങ്ങൾ മാന്യനാന്ന്? എല്ലാവർക്കും അറിയാം, ഇരിക്കുന്ന സകല ആൾക്കാർക്കും അറിയാം നിങ്ങൾ മാന്യനാന്ന്. അങ്ങനെ പറയാം. എല്ലാവർക്കും അറിയാം. എന്റെ വീടിന്റെ അടുത്തുള്ള ജാനുവിനെ അറിയില്ലേ നിങ്ങള്? അറിയില്ലേ? അവിടെ രാത്രി 12 മണിക്ക് തലയിൽ തുറത്ത് കെട്ടി ബീഡി വലിച്ചു വരുന്നത് ആരാ? മാന്യൻ. എടാ, അത് വല്ല മിന്നാമിനിങ് ആയിരിക്കും. മിന്നാമിനിങ്ങിന് പണിയൊന്നുമില്ലോ. രാത്രി 12 മണിയാകുമ്പോ തലയിൽ തോർത്തും കെട്ടി ബീഡി വലിച്ചു വരാൻ നിൽക്കല്ലേ മിന്നാമിനിങ്. എടാ ബാല, ഒരാളെ കുറിച്ച് അപവാദം പറയുമ്പോ അതിലെ സത്യം ഉണ്ടാവണം. നിങ്ങൾ കേൾക്കണം, ഇവൻ ഈ പറയുന്ന ജാനുവിന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരം കാണും. അതോട്ട് നിങ്ങൾ പേടിക്കണ്ട. 10,000 നെല്ലിണ്ടിങ്ങേലി മൂന്നാർന്ന് വരില്ലേ? കിടക്കേണ്ട ജനങ്ങളുടെ മുമ്പിൽ എന്റെ മാന്യത തെളിയിക്കാൻ വന്നോനാ നീ. എടാ, ആദ്യം അവനവൻ നന്നാവണം. നീ വലിയ മാന്യനാ. എന്റെ മാന്യതയ്ക്ക് കുഴപ്പം? എന്റെ മാന്യത ഇവർക്കൊക്കെ അറിയാലോ. നിങ്ങൾ കേൾക്കണം, ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് 6 മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു. ആയിക്കോട്ടെ, ഇപ്പൊ എല്ലാവർക്കും ഞാൻ ഇവിടുന്ന് കല്യാണം കഴിച്ച ആ റോഡ് സൈഡിൽ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ വെക്കണ ഒരു ചൈനക്കാരി പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. കണ്ട, ഒരു ചൈനക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച് 6 മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു. ആയിക്കോട്ടെ എന്ന് എല്ലാവർക്കും അറിയില്ലത്. ചൈനയുടെ സാധനങ്ങൾ 6 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല, ഉപേക്ഷിച്ചു. എന്താ കുഴപ്പം? ഒന്നാമത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, റേഡിയോ മാങ്ങ തുടങ്ങാൻ പോവാണ്, നീ അങ്ങോട്ട് മാറി നിൽക്കവിടെ. അങ്ങനെ മര്യാദക്ക് സംസാരിക്കേ. പ്രിയമുള്ളവരെ, റേഡിയോ മാങ്ങ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ആരംഭിക്കാൻ പോവുകയാണ്. ഒരു സന്തോഷ വാർത്ത എന്താണെന്നാൽ, ഇന്ന് പരിപാടിയിൽ ജഡ്ജായി എത്തിയിട്ടുള്ളത് ഐഡിയ ബാർ സിംഗർ എന്ന പരിപാടിയിലൂടെ ജഡ്ജായി നമുക്ക് സുപരിചിതനായ സംഗീത സംവിധായകൻ ഭരത് സാറാണെന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അദ്ദേഹത്തെ നിറഞ്ഞൊരു കയ്യോടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഭരത് സാർ. നമസ്കാരം സാർ. ഒതുങ്ങി നിൽക്കവിടെ, മനസ്സിലായി? മുണ്ടഴിച്ചിട്ട് ആൾക്കാർ കാണില്ലേ? എടാ, മടിക്കുത്ത് അഴിച്ചിട്ട് ബഹുമാനിക്കാൻ. സാറേ, തുടങ്ങാല്ലേ സാറേ? പ്രിയമുള്ളവരെ, റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടനവധി കലാകാരികൾ പേര് തന്നിട്ടുണ്ട്. ഓരോരുത്തരെയായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിന്റെ പാട്ടായിക്കോട്ടെ, അത് പറയും. നമ്മുടെ പാട്ട് ഇട്ട് കൊടുക്കുക ആദ്യം. അങ്ങോട്ട് തോന്നിയ പോലെ എല്ലാവർക്കും പാടാൻ പറ്റിയതല്ല. ഇതൊരു റേഡിയോ മാങ്ങ റിയാലിറ്റി ഷോ. റേഡിയോ മാങ്ങ പറഞ്ഞാൽ ഞാൻ ഈ പഞ്ചായത്തിന്റെ ഉള്ളിലുള്ള ആളെന്നല്ല. അങ്ങനെ പാടാൻ പറ്റില്ലെന്ന്. പാടാൻ പറ്റിയ സാറേ, കുഴപ്പമുണ്ടോ? അവിടെ കുഴപ്പമില്ലെന്ന്. സാറേ, സാർക്ക് ബാലനെ അറിയാതിട്ടാണ്. ബാലൻ പാടിയ ശരിയാവില്ല. ബാലനെ അറിയണ്ടായിരുന്നില്ല. പാട്ട് പറഞ്ഞവർക്ക് പാടിക്കൂടെ? കുഴപ്പമുണ്ടോ? അവിടെ എന്ത് നിങ്ങൾ ഇവിടെ മാങ്ങിട്ട് പ്രശ്നമില്ല, പിന്നെ മാങ്ങയുടെ അണ്ടിക്കേണ്ട പ്രശ്നം. വെറുതെ കിടന്ന് തിക്കും തിരക്കുണ്ടാക്കുന്നു. എന്തായാലും സാറ് കൂടി നിർബന്ധിച്ച സ്ഥിതിക്ക് ആദ്യ ഗാനം ആലപിക്കാൻ ബാലനാണ് അവസരം ലഭിച്ചിട്ടുള്ളത്. ബാലന്റെ ഗാനം ആലപിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ വലിയ ഇത് ജയേന്ദ്രൻ ഇതൊന്നല്ല, യേശുദാസ് എന്നല്ലെങ്കിലും നിങ്ങളുടെ പൊന്നാമനപുത്രൻ ബാലൻ ഒരളകാവും. ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു പറയണ്ട. ഇത് നാട്ടുകാരുടെ മുമ്പിലല്ല, വേറെ എവിടെ അല്ലോ. വെറുതെ കിടന്ന് തിക്കും തിരക്കുണ്ടാക്കല്ലേ നിങ്ങൾ. സുഹൃത്തുക്കളെ, ഇതാ വ്യത്യസ്തനാമൊരു സിംഗറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. റെഡോ മാങ്ങയ്ക്കു അഭിമാനമാകും, റെഡോ മാങ്ങയ്ക്കു അഭിമാനമാകും. സിംഗറാം ബാല, നിനക്കഭിവാദ്യം. ബാലൻ ഒരു കാലൻ സ്മോൾ അടി വീരൻ, അറുബോറൻ അടിപിടി കൂടി തടി കേടായി മാറി ബോറൻ ബോറൻ ബോറൻ. ജാനോ 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 ജാനോ
വ്യത്യസ്തനാമൊരു സിംഗറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഓക്കേ, എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ ബാലൻ പാടിയിരിക്കുകയാണ്. കൈയടിച്ചിട്ട് നിങ്ങൾ തിക്കുന്നതിരക്കണ്ട. ഇനി നമുക്ക് സാറിന്റെ അഭിപ്രായം അറിയാം. സാറേ, ബാല, എന്താ സാറേ? സംഗതി പോയല്ലോ ബാല. ഞാനറിയാതെ. ശ്രുതി എവിടെ? ശ്രുതി നമ്മള് കൊടുങ്ങല്ലൂര് വരെ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങടെ പോയിന്ന് കണ്ടില്ല. ടെമ്പോ വന്നില്ലല്ലോ ബാല. ടെമ്പോ ഇല്ലേക്ക് മീൻ കച്ചവടല്ലേ, ഞാൻ MIT വന്ന്. ശ്രദ്ധിക്കണം ബാല, ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ പോട്ടെ ബാല, ആരാ ബാല ഗുരു? ശ്രീനാരായണ ഗുരു അല്ലേ? അതല്ല ചോദിച്ചത്, പാട്ടിലാരാ ബാലന്റെ ഗുരു? പാട്ടില് നമ്മുടെ അച്ഛൻ തന്നെയാണ് നമ്മുടെ ഗുരു. ആണോ? എന്താ ബാല അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തങ്കപ്പ ഭാഗവതര്. തങ്കപ്പ ഭാഗവതർ? ഞാൻ കേട്ടിട്ട് പോലുമില്ലല്ലോ ബാല. സാറ് കേട്ടിട്ടില്ല എന്നല്ലോ ഉള്ളു, ഞാൻ കണ്ടിട്ട് പോലുമില്ല. അത് ശരി. ബാല ശ്രദ്ധിക്കണം ബാല. ബാലൻ പാടുമ്പോ ഈ ഷാർപ്പാണ് പാടുന്നത് ബാലൻ. ഷാപ്പിലൊന്നും ഞാൻ ഇപ്പൊ പാടാറില്ല, പരിപാടി നിർത്തി. ഷാർപ്പല്ല ബാല, ഷാർപ്പ് ഷാർപ്പ്. അതായത് ബാലൻ ഹൈപ്പിച്ച് പാടുമ്പോ ബാലൻ ആ ടോപ്പ് ഒന്ന് പാടിയേ. വ്യത്യസ്തനാമൊരു സിംഗറാം ബാലനെ. നിർത്തിക്ക് ബാല, നിർത്തിക്ക്. നമ്മൾ പാടുമ്പോ നമ്മുടെ ഈ ടോപ്പൊക്കെ പാടുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും ശാരീരം വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം പുറത്തേക്ക് തള്ളുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ പാടുമ്പോ ബാല എന്നെ ഒന്ന് ശ്രദ്ധിച്ച്, നമ്മൾ പാടുമ്പോ എപ്പോഴും ടോപ്പ് പാടുമ്പോ പോയത് കണ്ടോ? കൈ പോയത് കണ്ടു, ശബ്ദം വന്നില്ല. തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല. അതന്നെ പാടുമ്പോ എല്ലാവർക്കും പ്രശ്നം, പറഞ്ഞു കൊടുക്കാൻ സുഖ. ബാലന് പിന്നെ ഈ സ്വരങ്ങളൊക്കെ പാടിയില്ലേ അതില്? ആ സ്വരങ്ങൾ പാടി ബാലൻ ഇപ്പൊ പാടി വന്നപ്പോ എനിക്ക് തോന്നുന്നത് ബാലൻ പാടിയപ്പോ പാപ്പന് പനിയോ? പനിയല്ല, കുഷ്ഠം. ബാല, ഞാൻ സ്വരത്തിന്റെ സ്ഥാനം പറഞ്ഞ ബാല. പിന്നെ ബാലൻ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടമായി. കാരണം ബാലൻ തുടങ്ങിയത് കല്യാണിയിലാണ്. സാറിന് തെറ്റി. നമ്മൾ തുടങ്ങിയത് OPR-ലാണ്. അത് സാറിന് കറക്റ്റായിട്ട് സംഭവം മനസ്സിലായിട്ടില്ല. അതല്ല ബാല, ബാലൻ കല്യാണി രാഗത്തിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഋഷഭം കഴിഞ്ഞ് പന്തപുരാളി രാഗം കഴിഞ്ഞ് മധ്യമത്തിലെത്തിയപ്പോ അത് ബാലൻ അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മധ്യമത്തിലെത്തിയപ്പോ എനിക്ക് സംശയമാണ്, ബാലൻ പിന്നെ ഷഡ്ജെട്ടാണോ പാടിയത്? ബാലന് പറഞ്ഞത് മനസ്സിലായോ? ബാലന് കല്യാണി കഴിഞ്ഞു, ഋഷഭം കഴിഞ്ഞു, പന്തപുരാളി ആ രാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മധ്യമത്തിലെത്തിയപ്പോ ബാലൻ പിന്നെ ഷഡ്ജെട്ടാണോ പാടിയത്? ഇട്ടിട്ടില്ല ബാല. സാറ് എന്തുദ്ദേശിക്കുന്നത്? ബാലന് മനസ്സിലായില്ലല്ലേ? കാരണം ബാലൻ ആ സമയത്ത് ഷഡ്ജമിട്ടാണ് പാടേണ്ടത്. ആ സമയത്ത് ബാലൻ ഷഡ്ജമിട്ട് പാടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് സാർ ഇതൊക്കെ സംഗതി നമ്മൾ കുടിക്കുന്നുള്ളല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാട്ടാ. ബാല ഒന്ന് ആലോചിച്ച് നോക്ക് ബാല. ഇതെന്ത് ആലോചിക്കും നമ്മള് നേരം വെക്കുമ്പോ പല്ലിച്ച് കുടിച്ച് ബാലന്റെ ഏത് ഷഡ്ജറ്റുണ്ടെന്നേ എന്ത് വർത്താനം പറഞ്ഞിട്ടുണ്ടാക്കുന്നത്? നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാ. ഇല്ല ബാല, ബാലൻ ഷഡ്ജറ്റ് എനിക്ക് ഉറപ്പ് പറയും. ഞാൻ എനിക്ക് തോന്നുന്നത് ഇനി ബാലൻ ഇട്ടു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാലൻ ഷഡ്ജം ഇടേണ്ട സ്ഥലത്ത് ഷളസമാണ് ഇട്ടത്. സംഭവം സാറ് പറഞ്ഞു ചിലപ്പോ ശരിയാവും. കാരണം ഈ ഷഡ്ജം ഇടേണ്ട സ്ഥലത്ത് നമ്മൾ ഷളസം ഇട്ടാൽ ഈ ഷളസം ഒരിക്കലും ഷഡ്ജത്തിന്റെ ഗുണം ഉണ്ടാവില്ല. അത് ഉറപ്പാ. അത് സാറ് പറഞ്ഞു ശരിയാ. ചിലപ്പോ അവള് എടുത്ത് തന്നത് തെറ്റിയതാവും. സാനറ്റുണ്ട് എന്നുള്ള കാര്യം മാത്രം. ഇല്ല ബാല, ഞാൻ ഉറപ്പ് പറയുന്നു ബാലൻ ഷഡ്ജം ഇട്ട് പാടിയില്ല. സാറിന് വേണമെങ്കിൽ അതിന്റെ കളർ പറഞ്ഞുതരാൻ നീല. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യപ്പത്? ബാല, സംഗീതത്തിലെ ഷഡ്ജത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല ബാല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വല്ല വെള്ളിയോ മറ്റോ ആയിരിക്കും.
ആ ഇത് നിങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാരൊക്കെ സ്വർണം വലിയൊക്കെ ആവും. നമ്മൾ വല്ല വച്ചാ നീല ചുമപ്പൊക്കെയാണ് സാറേ. നമുക്കൊന്നും അതിന് പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു ബാല, കാരണം ബാലൻ ഷഡ്ജം വിട്ട് പാടിയിട്ടില്ല. കാരണം ബാലൻ ഷഡ്ജം വിട്ട് പാടിയിരുന്നെങ്കിൽ സംഗതി താഴെ പോവില്ലായിരുന്നു. കഷ്ടം നോക്കും ഈശ്വര. ശ്രദ്ധിക്കണം ബാല, ഇനി വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. അസലായിരുന്നു ബാലിന് മനസ്സിലായല്ലോ. ബാലിന് ശ്രമിച്ചാൽ നടക്കുമെന്നാണ് സാറ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇനി സാറിന്റെ മാർക്ക് അറിയാം. സാർ എന്തായാലും ഈ കൂടിയിരിക്കുന്ന ജനത്തിന്റെ മുന്നിൽ ബാലൻ ഷഡ്ജമില്ലാതെയല്ലേ പാടിയത്. ഞാൻ ഒന്നും നോക്കുന്നില്ല ബാല, ഞാനൊരു 40 അങ്ങിട്ടിരിക്കുകയാണ്. എന്തായാലും സാറ് ബാലിന് 40 മാർക്ക് തന്ന സ്ഥിതിക്ക് ഞാനും ഒരു 40 മാർക്ക്. എന്നാ ഞാനും ഒരു 40 ഇട്ടു. അതെന്തിനാ ബാല? ഒരു 120 ഇല്ലാതെ നല്ല സാധനം കിട്ടില്ല അപ്പോ. ആണോ? എന്നാ പിന്നെ തെണ്ടിക്കോ ബാല. അപ്പോ നിങ്ങളെല്ലാവരും എൻ്റെ പാട്ട് കേട്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഇത് സംഭവം ഇട്ടിട്ടില്ല എന്നൊക്കെ നമ്മൾ തർക്കിക്കാൻ നിൽക്കണ്ട, ഈശ്വരനെ അറിയാം. നമ്മളെ തർക്കത്തിന് വന്നതല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു 40 ഇട്ടുണ്ട്. ഇവിടെയും ഒരു 40 ഇട്ട സ്ഥിതിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവൽക്കുള്ള നല്ല തരത്തിലുള്ള സബ്ജക്റ്റ് ഇട്ട് വരാം. ഇപ്പോൾ തൽക്കാലം എൻ്റെ ഫോർമാറ്റിൽ വോട്ട് ചെയ്യണം. മൈ ഫോർമാറ്റ് W എന്ത് പണ്ടാറൊക്കെ നോക്കി ചെന്ന് അറിയില്ല നമുക്ക്. ഓക്കെ സാറേ. ഓക്കെ ബാല. സാധനം ഉണ്ട് ഇവിടെ കേട്ടോ. മാങ്ങയ്ക്കുണ്ട്, മാങ്ങയുടെ അണ്ടിക്കില്ല കേട്ടോ. ഓക്കെ ബാല. സാറേ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ബാലൻ. സാറിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ബാലനെ പാടിച്ചത്. ഇനിയുള്ള ഗായകർ അങ്ങനെയല്ല, നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ അഭിമാനമാണ്. പ്രിയമുള്ളവരെ, അടുത്തതായി പെർഫോമൻസ് റൗണ്ടാണ്. ഈ റൗണ്ടിനായി നമുക്ക് എത്തുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ അഭിമാനമായ കലാകാരിയാണ് മിസ് മായ. മിസ് മായയെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മായ. മായ വളരെ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ കലക്കാനായിട്ട് ഇറങ്ങിയിരിക്കല്ലേ. പെർഫോമൻസ് റൗണ്ട് ആണല്ലോ. അതെ അതെ നാട്ടുകാരുടെ മുമ്പിലും. അതെ അതെ. അപ്പൊ നർമാദിക്കാൻ കരുതി മുടിയൊക്കെ കളർ ചെയ്ത് നന്നായിട്ടുണ്ട്. കളർ ചെയ്തല്ല, രാവിലെ ഇഷ്ടിക കളത്തിൽ പോയിട്ട് കുളിക്കാൻ സമയം കിട്ടിയില്ല അല്ലേ സാർ. മായ, സാർ മൊത്തത്തിലൊരു ആനച്ചന്തമുണ്ട്. മോളിന്ന് ഏത് പാട്ടാ ഇവിടെ പാടാൻ പോകുന്നത്? ഏ മേരാതിൽ. ആരാ മോളെ കൂടെ വന്നിരിക്കുന്നത്? രാജേഷ് അങ്കിൾ വന്നിട്ടുണ്ട്. രാജേഷ് അങ്കിൾ വന്നിട്ടുണ്ട്. എന്നാ അങ്കിളെ കുട്ടിയുടെ ആ ട്രാക്ക് ഒന്ന് ഇട്ടേക്ക്. അർമ്മ വളരെ വളരെ മനോഹരമായിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. നമുക്ക് സാറിന്റെ അഭിപ്രായം അറിയാം. സാർ സാർ മായ, സാർ എന്നതാ മായത്? ദൈവം മോൾക്ക് ആവോളം സംഗതികൾ ഇങ്ങനെ വാരിക്കോരി തന്നിരിക്കുകയാണല്ലോ മോളെ. അസലായിരുന്നു മോളെ, കിടുക്കി കളഞ്ഞു കേട്ടോ. മോൾ ഇവിടെ ആദ്യം വന്ന് നിന്നപ്പോഴേ വലിയ സംഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മോള് തുള്ളിച്ചാടി കളിച്ചില്ലേ, എന്നതാ മോളെ സംഗതി. അസലായിരുന്നു മോളെ. പിന്നെ മോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. മോൾ ഈ സായും പായൊക്കെ പാടുമ്പോൾ സ മുകളിൽ പാടണം, പ താഴെ വരണം. എന്നാലേ വിരിച്ച് കിടക്കാൻ പറ്റത്തുള്ളൂ മോളെ. ഞാൻ കണ്ടായിരുന്നു മോളെ.
അസലായിരുന്നു മോളെ, Thank you. കിടുക്കി കളഞ്ഞു കേട്ടോ, അസൽ പെർഫോമൻസ്. പിന്നെ ഞാൻ ഒരുപാട് നോട്ട് ചെയ്യുമെന്ന് വിചാരിച്ച, പക്ഷെ ഒന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ല മോളെ. എങ്കിലും എനിക്കൊരു കാര്യം, മോള് പാടി വന്നപ്പോൾ അവിടെ എവിടെയോ ഒന്ന് പോയില്ലേ? തുച്ഛക്കോ യേ പ്യാരെ, അവിടെ ഒരു ആ, എവിടെയാ പോയെന്ന് മോൾക്ക് മനസ്സിലായോ? മനസ്സിലായി. എവിടെയാ മോളെ പോയത്? ഇരുന്നപ്പാ. ആ, ശ്രദ്ധിക്കണം മോളെ. ഉവ്വ. അങ്ങനെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊന്നും ശുദ്ധമായ സംഗീതം പോകാൻ പാടില്ല. ശരി, സംഗീതം താഴെ വീണ് അവതാളാവില്ലേ? ശ്രദ്ധിക്കണം മോളെ. Thank you. അടിപൊളിയായിരുന്നു. കീപ് ഇറ്റ്. മാർക്ക് പറഞ്ഞില്ല. കേട്ടല്ലോ മോളെ, ഇനി നമുക്ക് മാർക്ക് അറിയാം. മാർക്കിലേക്ക് കടക്കാം. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ജനത്തിന് മുഴുവൻ ആനന്ദസാഗരത്തിൽ ആറാടിച്ചതല്ലേ, ഞാൻ ഒന്നും നോക്കുന്നില്ല മോളെ. ഞാനൊരു 100 മാർക്ക്. സന്തോഷായില്ലേ മോളെ? തെണ്ടിക്കോ. വളരെ അത്ഭുതമായിരിക്കും. 100-ൽ 100 മാർക്ക് കിട്ടുന്ന ആദ്യമായിട്ട് മായ്ക്കാം. തണ്ടിക്കോട്ടെ, എന്റെ പെർഫോമൻസ് എല്ലാവരും കണ്ടല്ലോ. സത്യത്തിൽ നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഈ സ്റ്റേജിലേക്ക് ഇങ്ങനെ കർമാദിക്കാൻ കഴിഞ്ഞത്. ഇനി നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതലൊക്കെ മേലാക്കിയൊക്കെ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ നമ്മളിവിടെ എത്ര നകളിച്ചിട്ടും യാതൊരു കാര്യമില്ല. കാരണം ഇവര് ഇതിന്റെ പ്രൈസും ഫ്ലാറ്റും ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് ഒരു നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ട് പോടാനെല്ലാം പറഞ്ഞാൽ നമ്മളെ വെറുതെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പരിപാടി, റിയാലിറ്റി ഷോ എന്നും പറഞ്ഞിട്ട്. പാവപ്പെട്ട കുട്ടികളുടെ എന്റെ അവസ്ഥ തന്നെ കുടുംബം വരെ പണയം വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി പങ്കെടുക്കുന്നത്. മോളെ മായ, എനിക്ക് നിങ്ങളുടെ ഫ്ലാറ്റും വേണ്ട, ക്ലൂറ്റും വേണ്ട, ഒരു വഴക്കേം വേണ്ട. എനിക്കൊരു ജീവിതം തരാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? മോളെ എനിക്ക് പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ളതാ. ദേ ഇവിടെ നല്ല ചുറുചുറുക്കുള്ള ആൺപിള്ളേരുണ്ട്, അവരോട് ചോദിക്കും മോളെ. എന്റെ അവസ്ഥ മനസ്സിലാക്കി ഫ്ലാറ്റും പൈസ ഒന്നുമില്ലേക്ക് എന്റെ ആഗ്രഹം. എന്റെ ജീവിതം വെറുതെ കാട്ടത്തൊട്ട് പട്ടം പോലെ പറന്നിറങ്ങാണ്. എനിക്കൊരു ജീവിതം തരാൻ മനസ്സുള്ളവർ ഇതേതായി പിശാച്. നീ എന്തിനങ്ങനെ കിടന്ന് അട്ടഹസിക്കണ? ഞാനില്ല നിനക്ക്. ബാല, എന്താ സാറേ? എന്താ ബാല പരിപാടി? സാറേ, നമുക്ക് എന്തായാലും ഫ്ലാറ്റും കിട്ടാൻ പോണില്ല, കാശും കിട്ടാൻ പോണില്ല. ഇതൊക്കെ ഉള്ളൊരു മെച്ചന്നേ. ആണോ? കൊണ്ടുപോയിക്കോ ബാല. താങ്ക് യു.